ഹലോ മൈ ഡിയേഴ്സ്, ഒരു തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് പഠിച്ചിരിക്കേണ്ട മാത്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് നമ്മുടെ വീഡിയോസിലുള്ളത്. ഇന്ന് അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പാർട്സൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ടുഡേയ്സ് ടോപ്പിക് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ഡിസ്കവറിങ് ദ വേൾഡ് ഓഫ് ജിയോമെട്രി. നമ്മുടെ നമ്മൾ ഷേപ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് ഷേപ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. മെയിനായിട്ട് ബേസിക് ഷേപ്സ് സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് ഷേപ്സ് നോക്കാം. ദിസ് ഈസ് എ സ്ക്വയർ. എന്താണ് സ്ക്വയറിൻ്റെ പ്രത്യേകത? അതിൻ്റെ 4 സൈഡ്സ്, 4 വശമുണ്ട്. 4 സൈഡും ഈക്വലാണ്, ഒരേ അളവിലുള്ളതാണ് ഒരു സ്ക്വയർ. സർക്കിളോ, അതിന് എന്താ ഉള്ള കോർണേഴ്സൊന്നും ഇല്ലാത്ത ഒരു ഷേപ്പാണ് സർക്കിള്. ട്രയാങ്കിൾ, ട്രീ എന്ന് പറയുമ്പോൾ ട്രീനെ ഓർമ്മ വരിക. ട്രയാങ്കിൾ 3 സൈഡ്സ്, ടി കാണുമ്പോൾ തന്നെ 3 സൈഡ്സ് എന്ന് ഓർമ്മ വരണം. ഓക്കെ, സോ 3 സൈഡ്സ് ഉള്ളതാണ് ട്രയാങ്കിൾ. അതിന് കൃത്യമായ 3 മൂലകളും ഉണ്ട്. 3 മൂലകളും വളരെ കൃത്യമായിട്ടുള്ള 3 മൂലകളാണ്. സ്ക്വയറിന് കൃത്യമായിട്ടുള്ള 4 മൂലകളാണ്. സർക്കിളിന് മൂലയൊന്നുമില്ല. പിന്നെ ഒന്ന് ഓവൽ, നമ്മൾ സർക്കിൾ വലിച്ചു നീട്ടിയ പോലത്തെ ഒരു ഷേപ്പാണ് ഓവൽ. പിന്നെ നെക്സ്റ്റ് റെക്റ്റാങ്കിൾ, ഈ സ്ക്വയറിനെ വലിച്ചു നീട്ടിയതാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ എന്താ പ്രത്യേകത? 2 സൈഡ്സ് എന്താണ് ഈക്വലാണ് അല്ലേ? ഓപ്പോസിറ്റ് ഉള്ളത്, അതായത് നേരെ എതിർവശത്തുള്ള 2 സൈഡ്സും ഈക്വലാണ്. പിന്നെയുള്ള ഷേപ്പാണ് ഹേർട്ട്. അപ്പോൾ ഇത്രയും ഷേപ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കും. നെക്സ്റ്റ് ടോപ്പിക് സ്പേഷ്യൽ റിലേഷൻഷിപ്സ്. എബവ്, ബിലോ, ബിസൈഡ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എവിടെയാണോ സാധനം ഉള്ളത്, ചിലതിപ്പോൾ നമ്മളോട് ചോദിക്കും മുകളിലുള്ളത് ഏതാ, താഴെ ഉള്ളത് ഏതാ. അപ്പോൾ ഏതൊക്കെയുള്ളത്? ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത്, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നടുവിലായിട്ട്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എതിർവശത്ത്, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, എബവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട്, അതിൻ്റെ പുറത്തല്ല, അതിൻ്റെ മുകളിൽ. ഓക്കെ, പിന്നെയുള്ളത് ഇൻ ദ മിഡിൽ, നടുവിലായിട്ട്, ടു ദ ലെഫ്റ്റ് ഓഫ്, അതിൻ്റെ ഇടതുവശത്തായിട്ട്, ചേർന്നിട്ടല്ല, അങ്ങനെയാണെങ്കിൽ നിയർ എന്ന് പറയല്ലേ, നെക്സ്റ്റ് ടു പറയുമായിരുന്നു. പിന്നെ ടു ദ റൈറ്റ് ഓഫ്, കുറച്ച് വലതുവശത്തായി. ഇതിൽ പഠിക്കാനുള്ള മെയിൻ പോർഷനാണ് ഡയറക്ഷൻസ്, ദിശ. മുകളിലോട്ടേക്ക് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു ചിഹ്നം ഓർമ്മിക്കുക. നോർത്തിൻ്റെ താഴെ സൗത്ത്, വലതുവശത്ത് ഈസ്റ്റ്, ഇടതുവശത്ത് വെസ്റ്റ്, ഇങ്ങനെ ഒരു സംഭവം ഓർത്ത് വെക്കുക. പിന്നെയുള്ള കാര്യമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് കമ്പയറിങ് ഷേപ്സ്. ഇത് ഇവിടെ കുറച്ച് വലിയ ക്ലാസ് പഠിക്കേണ്ട കാര്യമാണ്. ബോളിൻ്റെ ഷേപ്പ് ഏതാ? ഈ ബ്ലൂ അല്ലേ, സ്ഫിയർ ആണ്. നമ്മൾ റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ ഡൈസ് ഒക്കെ ഈ ഒരു രൂപമാണ്. ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഒന്നുള്ളത് സിമെട്രി ആൻഡ് പാറ്റേൺസ്. നമ്മുടെ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെ മുറിച്ചാൽ ഏത് ചിത്രം കിട്ടും, ഇങ്ങനെ മുറിച്ചാൽ ഏത് ചിത്രം കിട്ടും എന്നുള്ളതൊക്കെ കറക്റ്റ് പഠിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് ഫിഗറാണ് മുറിക്കേണ്ടത്? അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം, കൃത്യമായ 3 മൂലയുള്ളതാണ് ഒരു ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇത് മുറിച്ചാൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. പക്ഷേ ഇത് മുറിച്ചാൽ ട്രയാങ്കിൾ കിട്ടുമോ? ഇല്ല. ഇത് കിട്ടുമോ? നോ. ഇവിടെയും കിട്ടുമോ? ഇല്ല. ഇവിടെ ചെരിവൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇവിടെ 4 മൂല വരും. ട്രയാങ്കിളിൻ്റെ 4 മൂലയും 4 വശങ്ങളും ഇല്ല അല്ലേ. ഹേർട്ട് കൃത്യമായൊരു മൂലയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതും പറ്റില്ല, സർക്കിളും പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെയുള്ളത് 2D ഷേപ്സ്, റിപ്പീറ്റിംഗ് പാറ്റേൺസ്. സർക്കിള്, ട്രയാങ്കിൾ, സർക്കിള്, ട്രയാങ്കിൾ, സർക്കിള്, ട്രയാങ്കിൾ. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരും? സർക്കിളും ട്രയാങ്കിളും. അങ്ങനെയുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ലെസണിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇഫ് യു ഫോൾഡ് എ സ്ക്വയർ പേപ്പർ ഇൻ ഹാഫ്, വാട്ട് ഷേപ്പ് ഡു യു ഗെറ്റ്? ഒരു സ്ക്വയർ നമ്മൾ നേരെ പകുതിയാക്കിയാൽ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുക? അപ്പോൾ ഒന്ന് മനസ്സിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. പക്ഷേ ഓപ്ഷൻസ് നമ്മളൊന്നും ജസ്റ്റ് വായിക്കണം. സർക്കിൾ കിട്ടുമെന്ന് പറയുന്നു, ട്രയാങ്കിൾ കിട്ടുമെന്ന് പറയുന്നു, റെക്റ്റാങ്കിൾ കിട്ടുമെന്ന് പറയുന്നു, ഓവൽ കിട്ടുമെന്ന് പറയുന്നു. നമുക്ക് ഒരു സ്ക്വയർ വരച്ചിട്ട് മാർക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്വയർ നേരെ ഹാഫായിട്ട് മടക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ടു റെക്റ്റാങ്കിൾസ്. പക്ഷേ കോർണർ ടു കോർണറാണ് മടക്കുന്നതെങ്കിൽ, അതായത് ഒരു മൂല ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് ആണ് മടക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 2 ട്രയാങ്കിൾസ് ആയിരുന്നു. പക്ഷെ ഇത് നേരെ എന്താ ചോദിച്ചത്? ഇൻ ഹാഫ്, നേരെ പകുതിയായിട്ട്, അതായത് കോർണർ ടു കോർണറിന് പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഏതാ കറക്റ്റ് ആൻസർ? സി, റെക്റ്റാങ്കിൾ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ക്യാൻ യു കമ്പൈൻ 2 ട്രയാങ്കിൾസ് ടു മേക്ക് എ സ്ക്വയർ? 2 ട്രയാങ്കിൾ വെച്ചാൽ നമുക്ക് സ്ക്വയർ കിട്ടുമോ? ഞാനിത് അവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ട്രയാങ്കിളാണ്. ഇതൊരു സ്ക്വയർ ആണോ? അല്ല, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇവിടെ 2 ട്രയാങ്കിളാണ്. ഇതൊരു സ്ക്വയർ ആണോ? അതെ അല്ലേ? ഇതല്ല. പക്ഷെ അപ്പോൾ നമുക്ക് എപ്പോഴും 2 ട്രയാങ്കിൾ വെച്ചാൽ ഒരു സ്ക്വയർ കിട്ടുമോ? ഇല്ല. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുമോ? ഒരു സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആൻസർ എന്താ? ക്യാൻ യു കമ്പൈൻ 2 ട്രയാങ്കിൾസ് ടു മേക്ക് എ സ്ക്വയർ? ഓൺലി വിത്ത് സർട്ടൈൻ ട്രയാങ്കിൾസ്. അതാണ് കറക്റ്റ് ആൻസർ. ഒരു പ്രത്യേക ട്രയാങ്കിൾ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടൂ. ഏത്? എല്ലാ വശവും ഒരുപോലെയുള്ള ട്രയാങ്കിൾസ് മാത്രമേ നമുക്ക് ഈ രീതിയിൽ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു റൊട്ടേറ്റ് എ റെക്റ്റാങ്കിൾ ഡസ് ഇറ്റ്സ് ഷേപ്പ് ചേഞ്ച്? നിങ്ങളൊരു റെക്റ്റാങ്കിൾ എടുത്തു, എന്നിട്ട് അതിങ്ങനെ വട്ടം കറക്കി, അതിൻ്റെ ഷേപ്പ് മാറുമോ? ഇല്ല, ഒരിക്കലും അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യില്ല, മാറില്ല അല്ലേ? നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത് വട്ടം കറക്കിയാൽ അതിൻ്റെ ഷേപ്പ് മാറുമോ? ഇല്ല. അത് ഇറ്റ് സ്റ്റേസ് ആസ് എ റെക്റ്റാങ്കിൾ. അത് റെക്റ്റാങ്കിളായി തന്നെ നിലനിൽക്കും. നെക്സ്റ്റ്, വിച്ച് 2 ഷേപ്സ് ക്യാൻ യു കമ്പൈൻ ടു മേക്ക് എ ടോയ് ഹൗസ്? ഒരു ടോയ് ഹൗസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഷേപ്സ് യൂസ് ചെയ്യാം? സർക്കിളും സ്ക്വയർ യൂസ് ചെയ്തിട്ടൊരു ഹൗസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ? യെസ്, പറ്റുമോ അല്ലേ? ഇത് പറ്റുമോ? ഇല്ല. നമുക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫിഗർ യൂസ് ചെയ്യണം? യെസ്, ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയർ യൂസ് ചെയ്താൽ നമുക്കൊരു നല്ല ഹൗസ് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു കട്ട് എ സർക്കിൾ ഇൻ ഹാഫ് വാട്ട് ആർ ദ പാർട്സ് കോൾഡ്? ഒരു സർക്കിൾ നമ്മൾ നേരെ പകുതിയാക്കിയാൽ ഇതിൽ എന്താണ് പറയുക? നിങ്ങൾക്ക് അറിയോ ഇല്ലെങ്കിലും ജസ്റ്റ് നോക്കുക. സ്ക്വയർ എന്നാണോ? അല്ല. ട്രയാങ്കിൾ എന്നാണോ? അല്ല. റെക്റ്റാങ്കിൾ എന്നാണോ? അല്ല. അപ്പോൾ പിന്നെ ഏതാ? സെമി സർക്കിൾ. സെമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെമി ഫൈനൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ? ഫൈനലിന് തൊട്ട് മുമ്പുള്ളത് അല്ലേ? അപ്പോൾ വലിയൊരു സംഭവം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പകുതിക്കുള്ള സംഭവമാണ്. അപ്പോൾ എന്താണ്? പിന്നെ സെമി സർക്കിളാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷേപ്പ് ഈസ് ഫോംഡ് വെൻ യു ജോയിൻ 2 ഈക്വൽ റെക്റ്റാങ്കിൾസ്? 2 റെക്റ്റാങ്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത്? ഏതാണ്? 2 റെക്റ്റാങ്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സ്ക്വയർ കിട്ടും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബിഗർ ഏതാ കിട്ടുക? 2 ഈക്വൽ റെക്റ്റാങ്കിൾസ്. ഈക്വൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ബിഗർ റെക്റ്റാങ്കിളാണ്. എപ്പോഴും നമുക്ക് സ്ക്വയർ തന്നെ കിട്ടില്ല അല്ലേ? ചില ഈക്വൽ റെക്റ്റാങ്കിൾസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു വലിയ റെക്റ്റാങ്കിളാണ്. ഒരിക്കലും അത് സ്ക്വയർ തന്നെ ചിലപ്പോൾ അത് സ്ക്വയർ ആയേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫിഗർ ഓർക്കുക. 2 ഈക്വൽ റെക്റ്റാങ്കിൾസ് വെച്ചാൽ നമുക്കൊരു ബിഗർ റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് ഒബ്ജക്ട്സ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ സ്ഫിയർ? ഇതിലേതാണ് സ്ഫിയറിൻ്റെ ഷേപ്പ്? സ്ഫിയർ എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ ഷേപ്പുള്ള സാധനം. ബുക്ക്, ഡൈസ്, ബോള്, പെൻസിൽ. ഏതാ? ബോള് അല്ലേ? ഡൈസിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു സ്ക്വയർ. ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ റുബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? ക്യൂബ് എന്നാണ് അതിൻ്റെ ഷേപ്പിനെ പറയുക. പെൻസിലിൻ്റെ ഷേപ്പിനെ നമ്മൾ എന്താ പറയുക? സിലിണ്ടർ എന്നാണ് പറയുക. ഗ്യാസിൻ്റെ സിലിണ്ടർ പോലെ വട്ടമല്ലേ ഇത്? ഓക്കെ. ബുക്കിൻ്റെ ഷേപ്പ് നമ്മൾ പറയും ക്യൂബോയിഡ് എന്ന്. നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. നെക്സ്റ്റ്, ഇഫ് യു കമ്പൈൻ എ സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ വാട്ട് ഷേപ്പ് യു മേക്ക്? ഒരു സ്ക്വയർ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കമ്പൈൻ ചെയ്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വയറും ട്രയാങ്കിളും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹൗസാണ്. നെക്സ്റ്റ്, ഇഫ് എ ഷേപ്പ് ഹാസ് 4 ഈക്വൽ സൈഡ്സ് ആൻഡ് 4 കോർണേഴ്സ് വാട്ട് ഈസ് ഇറ്റ്? 4 ഈക്വൽ സൈഡ്സും 4 കോർണേഴ്സും ഉള്ളത് വരച്ച് നോക്കാം. 4 ഈക്വൽ സൈഡ്സ് ആൻഡ് 4 കോർണേഴ്സ്. കോർണർ എന്ന് പറഞ്ഞാൽ മൂല. ഏതാത്? യെസ്, ഓപ്ഷൻ സി, സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷേപ്പ് ഫിറ്റ്സ് പെർഫെക്റ്റ്ലി ഇൻ ടു ദ എംപ്റ്റി സ്പേസ്? ഈ ഒരു സ്പേസിൽ ഏത് ഷേപ്പാണ് നമുക്ക് വെക്കാൻ പറ്റുമോ? പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കൽ ഏത് ഷേപ്പാണ്? സ്ക്വയർ ആണോ? അല്ല, ഇതൊരു സ്ക്വയർ ഷേപ്പ് അല്ല, ട്രയാങ്കിൾ. യെസ്, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊണ്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും അല്ലേ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെക്റ്റാങ്കിൾ? ഇതിലേതാണ് റെക്റ്റാങ്കിൾ? A, B, C, D. ഏതാണ്? യെസ്, ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ
റൈറ്റ് ആൻസർ. ഇതാണൊരു റെക്റ്റാങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഒബ്റ്റെയിൻ 2 triangles which figure should you cut? 2 triangles കിട്ടാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ ഏത് ഫിഗർ കട്ട് ചെയ്യണം 2 triangles കിട്ടാൻ? ഓപ്ഷൻ നമ്പർ എ ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ഓപ്ഷൻ നമ്പർ എ. ഈ ഒരു ക്വസ്റ്റ്യൻ. If Ramu goes 2 kilometers from his house to south, if he comes back, it is in which direction? രാമു അവൻ്റെ വീട്ടിൽ നിന്നും സൗത്തിലേക്ക് 2 കിലോമീറ്റർ നടന്നു. അങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത്? നമുക്കത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇതിപ്പോൾ രാമുവിൻ്റെ വീട്. അവൻ സൗത്ത് എന്ന് പറയുമ്പോൾ കണ്ട താഴോട്ടേക്കാണ് പോകുന്നത്. തിരിച്ച് അവൻ വരുമ്പോൾ ഏത് ഡയറക്ഷനാണ്? മുകളിലോട്ടേക്ക് പറയുമ്പോൾ നോർത്ത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? നോർത്ത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.